ഡാൽമിയ ഭാരത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസും ഡാൽമിയ ഭാരത് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ പുനീത് ഡാൽമിയയും പൊതുഫണ്ട് ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തൽ. സർക്കാർ നിയന്ത്രണങ്ങൾ ലംഘിച്ച് വിവിധ കേസുകളിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. ഇതിലൊരു സ്റ്റോക്ക് ബ്രേക്കിംഗ് സ്ഥാപനവും ഉൾപ്പെടുന്നുണ്ട്. 350 കോടിയുടെ തട്ടിപ്പ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന SFIU അന്വേഷണ റിപ്പോർട്ട് സി ന്യൂസ് പുറത്തുവിട്ടു. ലാഭം കൊയ്യാൻ വേണ്ടി കമ്പനികൾ സർക്കാർ നിയമങ്ങൾ ബോധപൂർവം ലംഘിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരേയൊരു ലക്ഷ്യമേയുള്ളൂ: വൻ ലാഭമുണ്ടാക്കുക എന്നത്. സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്ഥാപനമായ അലൈഡ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാസം തോറും 2.5% റിട്ടേൺ, അതായത് പ്രതിവർഷം 30% ഗ്യാരണ്ടീഡ് റിട്ടേൺ വാഗ്ദാനം ചെയ്തതായി ആരോപിക്കപ്പെടുന്നു. ഇത് സെബിയുടെ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ബ്രോക്കർമാർക്ക് ഒരിക്കലും നിശ്ചിത റിട്ടേൺ വാഗ്ദാനം ചെയ്യാൻ കഴിയില്ലെന്ന് സെബിയുടെ നിയമം വ്യക്തമാക്കുന്നു. എന്നിട്ടും AFSPL തങ്ങളുടെ ക്ലയന്റുകൾക്ക് ഇത്തരം വാഗ്ദാനം നൽകി. ഈ തട്ടിപ്പിൽ ഡാൽമിയ ഗ്രൂപ്പിന്റെ 3 കമ്പനികളായ ഡാൽമിയ ഭാരത് ലിമിറ്റഡ്, ഡാൽമിയ സിമന്റ് ഭാരത് ലിമിറ്റഡ്, ഡാൽമിയ OCL ഇന്ത്യ ലിമിറ്റഡ് എന്നിവ ഉൾപ്പെടുന്നു. ഈ 3 കമ്പനികൾ 3 വർഷത്തിനിടെ മ്യൂച്വൽ ഫണ്ടുകളിൽ 350 കോടി രൂപ നിക്ഷേപിച്ചു. सीरियस फ्रॉड इन्वेस्टिगेशन ऑफिस की रिपोर्ट कहती है कि इन म्यूचुअल फंड्स को फ्रॉड करके गिरवी रखा गया. जांच के मुताबिक ये यूनिट्स AFSPL के क्लाइंट अकाउंट में डाला गया और फ्यूचर एंड ऑप्शन ट्रेडिंग के लिए मार्जिन के रूप में इस्तेमाल किया गया. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ തട്ടിപ്പിലൂടെ പണയപ്പെടുത്തി. കൂടാതെ ഈ യൂണിറ്റുകൾ AFSPLന്റെ ക്ലയന്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗിലുള്ള മാർജിനായി ഉപയോഗിക്കുകയും ചെയ്തു. തങ്ങളുടെ ഡിമാൻഡ് അക്കൗണ്ടിൽ AFSPL ക്രമക്കേട് നടത്തിയെന്ന് കാണിച്ച് ഡാൽമിയ ഗ്രൂപ്പ് എക്കണോമിക് ഒഫൻസ് വിങ്ങിന് പരാതി നൽകി. അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ തിരിമറി നടത്തിയെന്നും മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും മാറ്റിയെന്നും വ്യാജ ഒപ്പുകൾ, വ്യാജ ഹോൾഡിംഗ് സ്റ്റേറ്റ്മെന്റുകളും അയച്ചെന്നും ആരോപണമുണ്ട്. എന്നാൽ SFIO അന്വേഷണത്തിൽ ഡാൽമിയ ഭാരതിന്റെ ആകെയുള്ള 12 ഡിമാൻഡ് അക്കൗണ്ടുകളിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടായിരുന്ന ആ 3 അക്കൗണ്ടുകളിൽ മാത്രമാണ് AFSPL തിരിമറി നടത്തിയത്. ബാക്കിയുള്ള 9 അക്കൗണ്ടുകളിലും യാതൊരു മാറ്റവും വരുത്തിയില്ല. മോഡസ് ഓപ്പറൻഡി तो यही होता है कि हम जो मुख्य जो बेनिफिशियरी है, लाभकर्ता है, जो कि यहाँ पे डालमिया ग्रुप के प्रोमोटर्स लोगों की बात हो रही है, वो लोग अपने आप को वैसे पीछे रखते हैं. सामने मुखौटा के तौर पे कंपनी या अनरिलेटेड पार्टी दिखाते हैं. वो अनरिलेटेड पार्टी वो उनके विश्वास पात्र होते हैं, जो उनके कहे अनुसार ही काम करते हैं. ഡാൽമിയ ഗ്രൂപ്പിന്റെ മ്യൂച്വൽ ഫണ്ടുകൾ പണയപ്പെടുത്തി കോയിൻ ട്രൈബ്, വിനിമയ് എന്നീ 2 കമ്പനികൾക്ക് 40 കോടി രൂപയുടെ പലിശ ലാഭം ഉണ്ടാക്കി കൊടുത്തു. ഈ 2 കമ്പനികളും ഡാൽമിയ ഗ്രൂപ്പ് MD പുനീത് ഡാൽമിയയുടെ ഉടമസ്ഥതയിലുള്ളതും അദ്ദേഹം നിയന്ത്രിക്കുന്നതുമാണ്. SFIO റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് പുനീത് ഡാൽമിയാണ് ഈ കമ്പനികൾക്ക് ഫണ്ടിംഗ് നൽകിയതെന്നാണ്. കൂടാതെ CEOമാരെ നിയമിച്ചതും ഫിനാൻഷ്യൽ ഓപ്പറേഷനുകൾ നിയന്ത്രിച്ചതും ഡാൽമിയ ഭാരത് ഗ്രൂപ്പിന്റെ ടീമും. SFIO അന്വേഷണത്തിൽ ഡാൽമിയ ഭാരത് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു തട്ടിപ്പും പുറത്തുവന്നു. പങ്കാളിത്ത കമ്പനിയായ KKRന് എക്സിറ്റ് നൽകുന്നതിനായി മാർക്കറ്റിൽ നിന്ന് പണം സമാഹരിക്കാൻ DBLന്റെ ഓഹരി വിലയിൽ കൃത്രിമം കാണിച്ചു. ഇതിൽ സെബിയും അന്വേഷണം നടത്തുന്നുണ്ട്. കൂടാതെ OCL ഇന്ത്യയുടെ ഓഹരികൾ വാങ്ങുന്നതെന്ന വ്യാജേന പ്രൊമോട്ടർമാർക്ക് 1021 കോടി രൂപ നിയമവിരുദ്ധമായി നൽകി. तो लाखों निवेशक जिन्होंने डालमिया भारत में या डालमिया सीमेंट में या उनके एसोसिएट कंपनियों में कभी पैसे लगाए हों, उनकी वैल्यू डेफिनेटली गिरी होगी और फ्यूचर में भी वो ऐसे कॉर्पोरेट घरानों में इन्वेस्ट करने से पहले, निवेश करने से बहुत बार सोचेंगे. കോർപ്പറേറ്റ് ഗവേണൻസ് നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഡാൽമിയ ഗ്രൂപ്പ് പ്രവർത്തിച്ചത്. SFIO തങ്ങളുടെ പൂർണ്ണ അന്വേഷണ റിപ്പോർട്ട് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു. अब सवाल ये है कि सेबी, ED और कॉर्पोरेट मंत्रालय डालमिया भारत ग्रुप और उसके प्रमोटर पुनीत डालमिया और ब्रोकर फर्म AFSPL के खिलाफ कोई कार्रवाई करेगी? परिवेश वात्सेन, स्पेशल इन्वेस्टिगेटिव टीम, जी मीडिया. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.